Back to the channel. Hope you're all safe and fine. എൻ്റെ പേര് കൃഷ്ണജ. NTA നെറ്റ് എക്സാമിൻ്റെ പേപ്പർ 1 ടോപ്പിക്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റെപ്സ് ഓഫ് റിസർച്ച് എന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് സ്റ്റെപ്സ് ഓഫ് റിസർച്ച് എന്നുള്ളത്. മൊത്തത്തിലൊരു 8 സ്റ്റെപ്സ് ഓഫ് റിസർച്ചിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പക്ഷേ അതിനു മുൻപ് നിങ്ങൾക്ക് ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സ്റ്റെപ്സ് ഓഫ് റിസർച്ചിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർമുലേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം ആണ്. എന്തിനെ പറ്റിയിട്ടാണോ നമ്മൾ റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെപ്പറ്റി വളരെ കൃത്യമായിട്ടുള്ള, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഫോർമുലേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ റിസർച്ച് ഏരിയ കണ്ടെത്തലാണ്. അപ്പോൾ ഏത് കാര്യത്തിനെ പറ്റിയിട്ടാണോ നമ്മൾ റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ പറ്റിയിട്ടുള്ള ഒരു ബ്രോഡർ ആയിട്ടുള്ള നോളജ് നമ്മളുടെ മനസ്സിലുണ്ടാവും. അതിൽ നിന്ന് ആ ഒരു ബ്രോഡർ ഏരിയയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സ്പെസിഫിക് ഐഡിയ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പോയിന്റിനെ മാത്രം ഫോക്കസ് ചെയ്യാണ്. അപ്പോൾ നമ്മളുടെ ഒരു ബ്രോഡർ ഏരിയയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ചെറിയ ഒരു ഏരിയയിലേക്ക് നമ്മൾ വന്നു ചേരുകയാണ്. അപ്പോൾ ഇതാണ് റിസർച്ച് ഏരിയ കണ്ടെത്തുക എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ചൈൽഡ് അബ്യൂസിനെ പറ്റിയിട്ട് ചെയ്യാനാണ് നമ്മൾക്ക് ആഗ്രഹം എന്ന് വിചാരിക്കുക. അപ്പം ചൈൽഡ് അബ്യൂസ് എന്ന് പറയുന്നത് വേൾഡ് വൈഡ് നടക്കുന്ന കാര്യമാണ് അല്ലേ. ഇനി ചൈൽഡ് അബ്യൂസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന് വളരെ ബ്രോഡർ ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പം നമ്മൾ അതിൽ നിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ചൈൽഡ് അബ്യൂസിനെ പറ്റി മാത്രം പഠിക്കാനായിട്ടായിരിക്കും. അപ്പം നമ്മൾ ആ ബ്രോഡർ ഏരിയയിൽ നിന്ന് എന്ത് ചെയ്യാണ്, കേരളം എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലേക്ക്, വളരെ ചെറിയൊരു പോർഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ചെറുതായിട്ട് നമ്മുടെ ആ ഒരു റിസർച്ചിനെ കൊണ്ടുവന്ന് ഫോക്കസ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐഡന്റിഫിക്കേഷൻ ഓഫ് റിസർച്ച് ഏരിയ. അടുത്തത് ഓബ്ജക്റ്റീവ്സ് ഓഫ് റിസർച്ച് ആണ്. ഈ ഓബ്ജക്റ്റീവ്സ് ഓഫ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഈ റിസർച്ചിൽ കൂടെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഈ ചൈൽഡ് അബ്യൂസ് ഇൻ കേരള എന്നതിനെ പറ്റി മാത്രം പഠിക്കുമ്പോൾ ആ പഠനത്തിലൂടെ ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ലേൺ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവൂലേ. അപ്പൊ കേരളത്തിലെ തന്നെ പല ഇടങ്ങളിലായിട്ട് നടക്കുന്ന പല ടൈപ്സ് ഓഫ് അബ്യൂസുകൾ ഉണ്ടാവും. ഇതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പൊ നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്താണ്, ഇന്ന കാര്യങ്ങളെ പറ്റിയിട്ട് പഠിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഈ ഒരു റിസർച്ച് ചെയ്യുന്നതിൽ കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നതാണ് ഓബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ. ഓബ്ജക്റ്റീവ്സും എയിമും വ്യത്യാസമുണ്ട്. എയിം വരുന്നുണ്ട്, എയിമിനെ പറ്റി ഞാൻ പറഞ്ഞു തരാം. ഓബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉദ്ദേശമാണ്. ഈ ഒരു റിസർച്ചിൽ കൂടെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഫോർമുലേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലത്തിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിറ്ററേച്ചർ റിവ്യൂ ആയിരിക്കും. നമ്മുടെ റിസർച്ച് ഏരിയനെ നമ്മൾ കണ്ടെത്തുകയും ഐഡന്റിഫൈ ചെയ്യുകയും അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഒബ്ജക്റ്റീവ്സിനെ ഫോർമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു ഏരിയയിൽ, ഈ ഒരു റിസർച്ച് ഏരിയയിൽ ഇപ്പൊ ചൈൽഡ് അബ്യൂസ് ആണെങ്കിൽ ഈ ഒരു ചൈൽഡ് അബ്യൂസിനെ പറ്റി ആരൊക്കെ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ ലിറ്ററേച്ചർ, അതായത് ഏതൊക്കെ ബുക്സ് ആണ്, ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ്, ഏതൊക്കെ റിസർച്ച് പേപ്പേഴ്സ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ ആളുകൾ ചെയ്തു വെച്ചിട്ടുള്ളത്, അതിനെ നമ്മൾ വായിക്കുകയാണ് അല്ലെ. ഈ ഒരു റിസർച്ച് ഏരിയയിൽ ഇതിനു മുൻപുള്ള ആളുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നാണ് നമ്മൾ ഈ ഒരു ലിറ്ററേച്ചർ റിവ്യൂവിൽ കൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. എന്നിട്ട് ലിറ്ററേച്ചർ റിവ്യൂവിൽ കൂടെ നമ്മൾ കണ്ടെത്തുന്ന മറ്റൊരു കാര്യമാണ് റിസർച്ച് ഗ്യാപ്പ് എന്നുള്ളത്. ഇതുവരെയുള്ള ആളുകൾ കണ്ടെത്തിയ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ എന്താണ് വ്യത്യസ്തമായിട്ട് കണ്ടെത്താൻ പോകുന്നത്, ഇതാണ് റിസർച്ച് ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റിസർച്ച് ഏരിയ കണ്ടെത്തി അതിൽ നിന്ന് ഒബ്ജക്റ്റീവ്സ് ഫോർമുലേറ്റ് ചെയ്തു. പിന്നെ ഈ ഒരു റിസർച്ച് ഏരിയയിൽ ആളുകൾ എന്തൊക്കെ എഴുതിയിട്ടുണ്ടോ അതൊക്കെ നമ്മൾ വായിച്ച് നമ്മളുടെ റിസർച്ച് ഗ്യാപ്പ് കണ്ടെത്തുകയാണ്. അതിനുശേഷം നമ്മളൊരു ഹൈപ്പോത്തീസിസിൽ എത്തുകയാണ്. നേരത്തെ പറഞ്ഞിരുന്നു ഹൈപ്പോത്തീസിസ് എന്താണെന്ന്, പക്ഷെ കുറച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയാൻ പോവുകയാണ്. അപ്പോൾ ചൈൽഡ് അബ്യൂസ് എന്ന് പറയുന്ന റിസർച്ച് ഏരിയ സെലക്ട് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുകയാണ് കേരളത്തിൽ ചൈൽഡ് അബ്യൂസ് കൂടുതലും ഫേസ് ചെയ്യുന്നത് ഗേൾസ് ആണ്. അതായത് പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ അബ്യൂസ്ഡ് ആവുന്നത് എന്ന് എൻ്റെ മനസ്സിൽ തോന്നുകയാണ്. അപ്പം ഞാനൊരു ഹൈപ്പോത്തീസിസ് ഉണ്ടാക്കിയാണ്. എൻ്റെ ഈ റിസർച്ചിൽ കൂടെ ഞാൻ കണ്ടെത്താൻ പോകുന്നത് എന്താണ്, കേരളത്തിൽ
പെൺകുട്ടികൾ ആൺകുട്ടികളെക്കാൾ കൂടുതൽ അബ്യൂസ്ഡ് ആവുന്നുണ്ട് എന്ന് ഞാൻ നേരത്തെ കൂട്ടി അങ്ങ് പറഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് ഈ ഒരു കംപ്ലീറ്റ് റിസർച്ചിൽ കൂടെ ഞാൻ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഞാൻ ഈ പറഞ്ഞു വെച്ചിട്ടുള്ള ഹൈപ്പോത്തീസിസ് ശരിയാണോ അല്ലേ എന്നുള്ളതായിരിക്കും. അപ്പോൾ ഹൈപ്പോത്തീസിസിൽ കൂടെ നമ്മൾ എന്താണോ കണ്ടെത്താൻ ശ്രമിക്കുന്നത് അതിനെ നമ്മൾ നേരത്തെ കൂട്ടി അങ്ങ് പ്രിസ്യൂം ചെയ്ത് വെക്കുകയാണ്. അപ്പം നമ്മൾ റിസർച്ച് ഏരിയ കണ്ടെത്തുന്നു, അതിനുശേഷം നമ്മുടെ ഒബ്ജക്റ്റീവ്സ് കണ്ടെത്തുന്നു, ലിറ്ററേച്ചർ റിവ്യൂ നടത്തുന്നു, എന്നിട്ട് ഹൈപ്പോത്തീസിസിൽ എത്തുന്നു. ഇതാണ് നമ്മുടെ ഫോർമുലേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത് പ്രിപ്പയറിംഗ് റിസർച്ച് ഡിസൈൻ എന്നുള്ളതാണ്. നമ്മളൊരു റിസർച്ച് പ്രോബ്ലം നേരത്തെ കൂട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മൾ റിസർച്ച് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ ഒരു ഡിസൈൻ നമ്മൾ സ്ട്രക്ചർ ചെയ്ത് വെക്കുകയാണ്. എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ വേണം ഈ ഒരു റിസർച്ച് നടത്താൻ, എന്തൊക്കെ ടൂൾസ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യണം എന്നതിനെയൊക്കെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്ന് സ്ട്രക്ചർ ചെയ്ത് വെക്കുകയാണ്. അല്ലെങ്കിൽ നമ്മളുടെ ഒരു റിസർച്ച് പ്ലാൻ ഉണ്ടാക്കുകയാണ്. ഈ ഒരു റിസർച്ചിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് വെക്കുകയാണ്. അതായത് നമ്മളുടെ സ്റ്റഡി ഡിസൈൻ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. നമ്മളുടെ ഈ ഒരു പഠനം ഏതൊക്കെ രീതിയിൽ പോകണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്, ഡിസൈൻ ചെയ്ത് വെക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഒരു ഇൻവെസ്റ്റിഗേഷനെയും സ്ട്രക്ചർ ചെയ്യുന്നുണ്ട്. അതായത് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ റിസർച്ച് തന്നെയാണ്. അപ്പോൾ റിസർച്ച് സ്ട്രക്ചറാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മൾ ക്വസ്റ്റ്യനേഴ്സ് ഉണ്ടാക്കണോ, സർവേ നടത്തണോ, അതോ ചുമ്മാ ബുക്സ് റീഡ് ചെയ്തിട്ട് ഒബ്സർവ് ചെയ്താൽ മതിയോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഡിസൈൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുകയാണ്. ഇതാണ് റിസർച്ച് പ്ലാൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ റിസർച്ച് പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ റിസർച്ചിന്റെ പ്ലാൻ പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. അടുത്തത് ഡേറ്റ കളക്ഷൻ ഇൻസ്ട്രുമെന്റ് ആണ്. എന്തൊക്കെ തരത്തിലുള്ള ഡേറ്റയാണ് ഉള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ഡേറ്റയാണ് നമ്മളുടെ റിസർച്ചിന് ഹെൽപ്ഫുൾ ആവുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടെത്തുകയാണ്. അപ്പം ഏതൊക്കെ ടൈപ്സ് അല്ലെങ്കിൽ ഏതൊക്കെ വെറൈറ്റീസ് ഓഫ് ഡേറ്റ ഉണ്ട്, ഇത് എവിടെ നിന്ന് കിട്ടും, എന്തൊക്കെ മെത്തേഡ് യൂസ് ചെയ്തിട്ട് വേണം നമ്മളുടെ ഡേറ്റ കളക്ട് ചെയ്യാൻ എന്നുള്ളതിനെയൊക്കെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പ്ലാൻ ചെയ്ത് വെക്കുകയാണ്, ഡിസൈൻ ചെയ്ത് വെക്കുകയാണ്. അപ്പം ഇത്തരത്തിൽ നമ്മളുടെ ഒരു റിസർച്ച് ടൂൾസിനെയാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്യുന്നത്. എന്ത് മെത്തേഡ്, ക്വാളിറ്റേറ്റീവ് മെത്തേഡ് യൂസ് ചെയ്യണോ, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് യൂസ് ചെയ്യണോ എന്നൊക്കെ നമ്മൾ ഇപ്പോൾ ഈ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ മനസ്സിൽ കണ്ടെത്തിയ ഒരു പ്ലാൻ ഉണ്ടാക്കി വെക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ ഡേറ്റ കളക്ഷൻ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല, പക്ഷെ നമ്മൾ പല കാര്യങ്ങളും നേരത്തെ കൂട്ടി അറിഞ്ഞ് സ്ട്രക്ചർ ചെയ്ത് വെക്കുകയാണ്. അപ്പൊ പിന്നീട് എളുപ്പമായിരിക്കും. ഇപ്പോഴേ നമ്മൾ കാര്യങ്ങൾ കണ്ടെത്തി കഴിഞ്ഞ് ഇന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം എന്ന് നമ്മുടെ മനസ്സിൽ പ്ലാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പൊ ഇവിടെ ഡേറ്റ എങ്ങനെ കളക്ട് ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിങ് ആണ് ഈ ഒരു ഡേറ്റ കളക്ഷൻ ഇൻസ്ട്രുമെന്റിൽ നടക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിലക്ടിങ് സാമ്പിൾസ് ആണ്. അതായത് സാമ്പിൾസിന്റെ സിലക്ഷൻ. നമ്മളുടെ ഈ ഒരു റിസർച്ചിന് ഏതൊക്കെ സാമ്പിൾസ് വേണം. ഇപ്പൊ ചൈൽഡ് അബ്യൂസിനെ പറ്റി പറയുമ്പോൾ ഏതൊക്കെ സാമ്പിൾസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ മനസ്സിൽ കാണുകയാണ്. അതായത് ഇപ്പൊ നമ്മൾ കേരളത്തിലെ ചൈൽഡ് അബ്യൂസിനെ പറ്റിയിട്ടാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ബോയ് ചിൽഡ്രനേക്കാളും കൂടുതലും അബ്യൂസ്ഡ് ആവുന്നത് ഗേൾസ് ആണ് എന്നാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ പല തരത്തിലുള്ള സാമ്പിൾസ് ഉണ്ടെന്ന് പറഞ്ഞു. ലാംഗ്വേജ് വെറൈറ്റീസ് ഉള്ള ഗേൾസ് ഓർ ബോയ്സ് ഉണ്ടാവും, റീജിയണൽ ഡിഫറൻസ് ഉള്ള ഗേൾസും ബോയ്സും ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ ആണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യാണ് മെട്രോപൊളിറ്റൻ ആയിട്ടുള്ള ഏരിയയിൽ മാത്രമാണ് നമ്മൾ റിസർച്ച് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ അർബൻ സിറ്റീസിൽ താമസിക്കുന്ന മേജർ ആയിട്ടുള്ള 3 അർബൻ സിറ്റീസ് ആണ് നമ്മൾ പൊതുവെ അർബൻ മെട്രോ കൈൻഡ് ഓഫ് സിറ്റീസ് ആണ് നമ്മളുടെ ഈ ഒരു കേരളത്തിലുള്ളത്. ഒന്ന് കോഴിക്കോടായിരിക്കും, പിന്നെ കൊച്ചി, ട്രിവാൻഡ്രം. അപ്പം ഇത്തരത്തിൽ അർബൻ ഏരിയാസ് നമ്മൾ ചൂസ് ചെയ്യാണ് അല്ലേ. അപ്പോൾ ഏത് ഏരിയയിൽ നിന്നാണ്, ഏത് സാമ്പിളിനെയാണ് നമ്മൾ സിലക്ട് ചെയ്യേണ്ടതെന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാണ്. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ഗേൾസിനെ മാത്രം ഫോക്കസ് ചെയ്യുക, ആൻഡ് ബോയ്സിനെ മാത്രം ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പം ജോഗ്രഫിക്കലി ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മളുടെ സാമ്പിൾസിനെ സെലക്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഏത് സാമ്പിളിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നുള്ള സെലക്ഷൻ ആണ് ആക്ച്വലി ഒരു സെലക്ടിങ് സാമ്പിൾസിൽ കൂടെ നമ്മൾ നടത്തുന്നത്. അപ്പം നമ്മൾ ടൈപ്സ് ഓഫ് സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞു വെക്കുന്നു. അതിൽ നിന്ന് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള സാമ്പിൾസിനെ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുകയാണ്. ഇതാണ് സെലക്ടിങ് സാമ്പിൾസ്. അടുത്തത് റൈറ്റിംഗ് റിസർച്ച് പ്രപ്പോസൽ ആണ്. റിസർച്ച് പ്രപ്പോസൽ അഥവാ സിനോപ്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ഹോൾ റിസർച്ച് പ്രോസസ്സിന്റെ ഒരു ചെറിയ ഫോം ആണ്, അല്ലെങ്കിൽ
ഒരു ചെറിയ പീസ് ഓഫ് റൈറ്റിങ്ങിൽ കൂടെ നമ്മൾ എന്താണോ റിസർച്ച് ചെയ്ത് കണ്ടെത്താൻ പോകുന്നത് അല്ലെങ്കിൽ ആ ഹോൾ പ്രോസസ് ഓഫ് റിസർച്ചിനെ നമ്മൾ ചെറുതായി എഴുതി എക്സ്പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ വളരെ മിനിയേച്ചർ ഫോമാണ്, നമ്മൾ റിസർച്ചിന്റെ ഒരു മിനിയേച്ചർ ഫോമാണ് ഈ ഒരു റിസർച്ച് പ്രപ്പോസൽ എന്ന് പറയുന്നത്, അഥവാ സിനോപ്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ റിസർച്ച് പ്രപ്പോസലിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്? അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നീഡ് ഓഫ് റിസർച്ച് ആണ്. ഇങ്ങനെ ഒരു റിസർച്ച് നടത്തേണ്ട കാര്യമുണ്ടോ? എന്താണ് ഈ ഒരു റിസർച്ചിന്റെ ആവശ്യകത? ഇപ്പം ചൈൽഡ് അബ്യൂസിനെ പറ്റി പറയുമ്പോൾ ഒത്തിരി ആളുകൾ ചൈൽഡ് അബ്യൂസിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പല ആംഗിളിൽ കൂടെ പലരും പല റിസർച്ചേഴ്സും ചൈൽഡ് അബ്യൂസിനെ നോക്കി കണ്ടിട്ടുണ്ട്, ഒത്തിരി റിസർച്ച് ഇതിനെപ്പറ്റി നടന്നിട്ടുണ്ട് എന്നൊക്കെയാണ് വെച്ചാൽ എന്തിനാണ് വീണ്ടും നമ്മൾ ഇങ്ങനെ ഒരു റിസർച്ച് ചെയ്യുന്നത്? ഇനി അഥവാ നമ്മളുടെ നാട്ടിൽ ചൈൽഡ് അബ്യൂസ് തീരെ കുറഞ്ഞു എന്ന് വിചാരിക്കുക, ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ മാത്രമാണ്, അങ്ങനെ കുറയുന്ന യാതൊരു ഇപ്പം പ്രത്യേകിച്ചും ഈ ഒരു ലോക്ക്ഡൌണിന്റെ സമയത്തൊക്കെ കൂടുതലും ചൈൽഡ് അബ്യൂസ് ഒത്തിരി കൂടി എന്നുള്ള റിപ്പോർട്ട്സ് ആണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ പറയുകയാണ്, അതായത് ഈ ഒരു ചൈൽഡ് അബ്യൂസ് കുറഞ്ഞു എന്ന് വിചാരിക്കുക. അത്തരത്തിൽ അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ വീണ്ടും ചൈൽഡ് അബ്യൂസിനെ പറ്റിയിട്ട് റിസർച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മളുടെ ഒരു റിസർച്ചിന് യാതൊരു വിധ പ്രസക്തിയും ഉണ്ടാവില്ല. അപ്പൊ നമ്മളുടെ റിസർച്ചിൽ നമ്മൾ പറയേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ ചെയ്യുന്ന റിസർച്ചിന്റെ ആവശ്യകത എന്താണ്, നീഡ് ഓഫ് റിസർച്ച്. അടുത്തത് എയിം ആണ്. എയിം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒബ്ജക്റ്റീവും എയിമും ഡിഫറെൻ്റ് ആണെന്ന്. ഒബ്ജക്റ്റീവ്സിനെ പറ്റി പറഞ്ഞപ്പോഴത്തേനും നമ്മൾ പറയുന്നത് നമ്മുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ലക്ഷ്യമാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഈ ഒരു റിസർച്ചിൽ കൂടെ നമ്മൾ എന്താണ് ലക്ഷ്യം വെക്കുന്നത്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളെ പറ്റി പഠിക്കാനാണ്, എന്തൊക്കെ കാര്യങ്ങളെ പറ്റി അറിയാനാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ്സ് ആവുക. ഇനി എയിം എന്ന് പറഞ്ഞാൽ അതിനൊരു പേഴ്സണൽ ഒരു ഇൻഫ്ലുവൻസ് ഒന്നും ഉണ്ടാവില്ല, ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടില്ല, അതായത് ഒരു വളരെ അൺബയസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഈ ഒരു എയിം എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഈ ഒരു റിസർച്ചിൽ കൂടെ സൊസൈറ്റിക്ക് എന്ത് ബെനിഫിറ്റ് ആണ് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളതിനെ നമ്മൾ എയിമായിട്ട് പറയുകയാണ്. അതായത് നമ്മളുടെ ഈ ഒരു റിസർച്ചിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചിൽഡ്രൻ ആണ്, ഗേൾസ് ആണ് ബോയ്സിനേക്കാൾ കൂടുതൽ അബ്യൂസ്ഡ് ആവുന്നത് നമ്മൾ കണ്ടെത്തുന്നത് വഴി നമ്മളുടെ ചിൽഡ്രനെ അല്ലെങ്കിൽ ഈ ഗേൾസിന്റെ ഒരു അബ്യൂസ്, ചൈൽഡ് അബ്യൂസിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ലക്ഷ്യമാണ് നമ്മൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ കൂടി നമ്മളുടെ സൊസൈറ്റി ബെനിഫിറ്റഡ് ആവുന്നുണ്ട്. അതായത് നമ്മളുടെ സൊസൈറ്റിക്ക് നമ്മളൊരു കാര്യം ചെയ്യാണ്, അപ്പോൾ സൊസൈറ്റിക്ക് വേണ്ടി നമ്മൾ എന്താണ് ലക്ഷ്യം വെക്കുന്നത്, അതാണ് എയിം എന്ന് പറയുന്നത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് റിസർച്ച് ഗ്യാപ്പാണ്. നേരത്തെ നമ്മൾ കുറച്ച് ലിറ്ററേച്ചർ റിവ്യൂ ഒക്കെ നടത്തിയിരുന്നു. ഇതിനു മുൻപ് ആരൊക്കെയാണോ ഈ ഒരു സ്പെസിഫിക് റിസർച്ച് ഏരിയയിൽ റിസർച്ച് നടത്തിയിട്ടുള്ളത്, ചൈൽഡ് അബ്യൂസിനെ പറ്റി ആരൊക്കെ റിസർച്ച് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടെത്തിയിരുന്നു, നമ്മൾ വായിച്ചായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു അവരുടെ റിസർച്ച് നമ്മൾ മൊത്തത്തിൽ ഒന്ന് അനലൈസ് ചെയ്തായിരുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ പറഞ്ഞിട്ടുള്ള റിസർച്ച് വർക്കുകളിൽ നിന്ന്, ഈ പറഞ്ഞിട്ടുള്ള ബുക്കുകളിൽ നിന്നൊക്കെ മാറി നമ്മൾ എന്ത് കാര്യമാണ് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പോകുന്നത്, ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതുവരെ നടന്നിട്ടുള്ള റിസർച്ചിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ എന്താണ് പറയാൻ പോകുന്നത്, എന്ത് പുതിയ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത് എന്നുള്ളതിനെയാണ് നമ്മൾ റിസർച്ച് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് മെത്തഡോളജിയാണ്. എന്ത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റിസർച്ച് ചെയ്യാൻ പോകുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡാണോ, ക്വാളിറ്റേറ്റീവ് മെത്തേഡാണോ, ആക്ഷൻ റിസർച്ച് ആണോ? അപ്പോൾ ഇത്തരത്തിൽ എന്തൊക്കെ മെത്തേഡ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് നമ്മളിവിടെ മെത്തഡോളജി, എന്ത് മെത്തഡോളജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റിസർച്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മളുടെ റിസർച്ച് പ്രപ്പോസലിൽ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് വർക്കിംഗ് ബിബ്ലിയോഗ്രഫി. അപ്പം നമ്മൾ ഇതുവരെ എന്തൊക്കെ കാര്യങ്ങളെ പറ്റിയാണ് വായിച്ചറിഞ്ഞത്, ഏതൊക്കെ റിസർച്ച് വർക്ക്സിനെയാണ് നമ്മൾ ഇതുവരെ അനലൈസ് ചെയ്തിട്ടുള്ളത് നമ്മൾ എഴുതി വെക്കുകയാണ്. അപ്പോൾ വർക്കിംഗ് ബിബ്ലിയോഗ്രഫി കൂടുതലാണ് എങ്കിൽ നമ്മൾ സിനോപ്സിസിന് അത്രയും സ്ട്രെങ്ത് ഉണ്ടാകും. കാര്യം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ വായിച്ചിട്ടാണ് റിസർച്ച് ചെയ്യാൻ പോകുന്നത് എന്ന് ഈ ഒരു റിസർച്ച് പ്രപ്പോസൽ വായിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുകയും അപ്പോൾ നമ്മുടെ ആ ഒരു റിസർച്ചിന് കുറച്ചും കൂടി സ്ട്രെങ്ത് കിട്ടുകയും ചെയ്യും. റിസർച്ചിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡേറ്റ കളക്ഷൻ ആണ്, അഥവാ കളക്ടിങ് ഡേറ്റ. നമ്മൾ നേരത്തെ തന്നെ നമ്മളുടെ റിസർച്ച് ഏരിയനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡേറ്റ ഏതൊക്കെയാണെന്ന് നമ്മൾ നേരത്തെ കൂടി തന്നെ പ്ലാൻ ചെയ്ത് വെച്ചായിരുന്നു, ഒരു ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചായിരുന്നു. ഇനി ഈ ഒരു ഡേറ്റ കളക്ഷൻ മുതലാണ് നമ്മളുടെ ഒരു റിസർച്ചിന്റെ പ്രാക്ടിക്കൽ ഭാഗം തുടങ്ങുന്നത് തന്നെ.
ഇതുവരെ നമ്മൾ പല കാര്യങ്ങളും കണക്ക് കൂട്ടുകയും അല്ലെങ്കിൽ എഴുതി വയ്ക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഈ ഡേറ്റ കളക്ഷൻ മുതലാണ് നമ്മൾ കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നത്. നമ്മളുടെ സാമ്പിൾസിനെ നമ്മൾ നേരത്തെ കൂട്ടി കണ്ടെത്തി വെച്ചായിരുന്നു. ഇനി നമ്മൾ ഈ സാമ്പിൾസിന്റെ ഇടയിലേക്ക് പോവുകയാണ്. എന്നിട്ട് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യാൻ പോവുകയാണ്. നേരത്തെ തന്നെ നമ്മൾ ടൈപ്സ് ഓഫ് ഡേറ്റ അല്ലെങ്കിൽ വെറൈറ്റീസ് ഓഫ് ഡേറ്റ ഏതൊക്കെയാണെന്ന് നമ്മൾ നേരത്തെ തന്നെ അസ്യൂം ചെയ്ത് വെച്ചായിരുന്നു. ആ ഡേറ്റ നമ്മൾ ഇവിടെ വീണ്ടും എടുത്തിട്ട് ആ ഡേറ്റിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഡേറ്റ കണ്ടെത്താൻ പോവുകയാണ്. അപ്പം നമ്മൾ നേരത്തെ കൂടി പറഞ്ഞിരുന്നു സാമ്പിൾസിനെ സെലക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം ഗേൾ ചിൽഡ്രൻ ഒരു സാമ്പിളാണ്, ബോയ്സ് ഒരു സാമ്പിളാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ റീജിയണിലുള്ള കുട്ടികളായിരിക്കും ഒരു സാമ്പിൾ. അപ്പം ഇത്തരത്തിൽ ഈ സാമ്പിൾസിന്റെ ഇടയിലേക്ക് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പല തരത്തിലുള്ള ഡേറ്റ കളക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അതിൽ ആദ്യത്തേത് ഒബ്സർവേഷൻ ആണ്. ഒബ്സർവേഷൻ പല തരത്തിലാണുള്ളത്. അപ്പം നമ്മൾ ഈ ഒരു ചൈൽഡ് അബ്യൂസിനെ റിലേറ്റ് ചെയ്ത് വരുന്ന പല കാര്യങ്ങളെയും ഒബ്സർവ് ചെയ്യാണ്. ഉദാഹരണത്തിന് പല പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന പല ഡോക്യുമെന്ററീസ് അല്ലെങ്കിൽ ഫിലിംസ് കാണുന്നുണ്ട്, കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നു, ന്യൂസ് ക്ലിപ്സ് നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ പണ്ടത്തെ കുറച്ച് പേപ്പേഴ്സ് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി വരുന്ന ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ വായിച്ചു ഒബ്സർവ് ചെയ്യുന്നു. പലതരത്തിലാണ് ഈ ഒരു ഒബ്സർവേഷൻ, ഈ ഒരു ഡേറ്റ കളക്ഷൻ നടത്തുന്ന അല്ലെങ്കിൽ നടത്താൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ഒബ്സർവേഷൻസ് ഉള്ളത്. അടുത്തത് ഇന്റർവ്യൂസ് ആണ്. അപ്പോൾ ഇതിനെ റിലേറ്റ് ചെയ്ത് ഈ ഒരു ഏരിയനെ റിലേറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാമ്പിൾസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇന്റർവ്യൂ ചെയ്യാണ് അല്ലെ. നമ്മൾ സെലക്ട് ചെയ്യും. പക്ഷെ ഇവിടെ ആരൊക്കെയാണ് ഇന്റർവ്യൂ ചെയ്യേണ്ടതെന്ന് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ട് സെലക്റ്റഡ് സാമ്പിൾസിനെ മാത്രം നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നു. അടുത്തത് ക്വസ്റ്റനെയർ ആണ്. ഇവിടെ സെലക്ഷൻ ഒന്നും ഇല്ല, ഒരു ഹോൾ ഗ്രൂപ്പ് ആയിട്ടായിരിക്കും നമ്മൾ സാമ്പിളിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ പോയിട്ട് നമ്മൾ നേരത്തെ കൂട്ടിയ ഒരു ക്വസ്റ്റനെയർ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് ഈ സാമ്പിൾസിനോട് ചോദിച്ചിട്ട് അവരുടെ ഉത്തരമൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് ഈ രീതിയിൽ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യണം. അപ്പോൾ നമ്മളുടെ റിസർച്ചിന് ആവശ്യമായിട്ടുള്ള ഡേറ്റ നമ്മൾ ഈ ഒരു പ്രോസസ്സിൽ കൂടെ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുകയാണ്. ഇതൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നമ്മൾ എന്താ പറയുക, ഫിസിക്കലി ആണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മളായിട്ട് ഇപ്പോൾ ലൈബ്രറീസ് വിസിറ്റ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ സാമ്പിൾസിന് വിസിറ്റ് ചെയ്യാനൊക്കെ ആണെങ്കിലും നമ്മൾ ഇതൊരു പ്രാക്ടിക്കൽ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളായിട്ട് തന്നെ പുറത്ത് പോയിട്ട് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോസസ്സിങ് ആൻഡ് അനലൈസിങ് ഡേറ്റയാണ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഡേറ്റ ഉണ്ടല്ലോ, അത് നമ്മൾ കൊണ്ടുവന്ന് മൊത്തം ഡേറ്റയും കളക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അത് നമ്മൾ മൊത്തത്തിൽ അങ്ങ് എടുത്തിട്ട് ഇനി പ്രോസസ്സ് ചെയ്യാണ് അല്ലെങ്കിൽ അനലൈസ് ചെയ്യാണ്. നമ്മൾ കണ്ടെത്തിയിട്ടുള്ള എല്ലാ ഡേറ്റയും എടുത്തു വെച്ചിട്ട് നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യണം. ഓരോ ഡേറ്റയും എടുത്തിട്ട് ഏതൊക്കെ കാറ്റഗറിയിലാണ് പെടുന്നത് എന്നുള്ളത് നമ്മൾ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് വെക്കുന്നു. എന്നിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നു. ഇതിൽ ഓരോ ഡേറ്റ പറയുന്ന ഓരോ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ളത് എന്നൊക്കെ നമ്മളിങ്ങനെ അനലൈസ് ചെയ്ത് അസസ് ചെയ്ത് വെക്കുകയാണ്. അതിൽ കൂടി ഹൈപ്പോതെറ്റിക്കൽ ടെസ്റ്റിംഗ് നടത്തുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിരുന്നു നമ്മളെ ഹൈപ്പോതെസിസ് ഇതാണ്, ഇന്നതാണെന്ന് നമ്മൾ നേരത്തെ കൂട്ടി പ്രസ്താവിച്ചിരുന്നു. ആ ഹൈപ്പോതെസിസ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഡേറ്റ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഹൈപ്പോതെസിസ് കറക്റ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാണ് നമ്മൾ ഈ ഒരു അനലൈസിങ് ഡാറ്റയിൽ കൂടി ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ചൈൽഡ് അബ്യൂസിൽ കൂടി നമ്മൾ പ്രപ്പോസ് ചെയ്തിരുന്ന ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഗേൾസ് ആണ് കൂടുതലായിട്ടും ബോയ്സിനേക്കാളും അബ്യൂസ്ഡ് ആവുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ ഇന്റർവ്യൂസിൽ കൂടിയും ഒബ്സർവേഷൻസിൽ കൂടിയും അതുപോലെ തന്നെ ക്വസ്റ്റനെയറിൽ കൂടിയൊക്കെ നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റനൊക്കെ എടുത്ത് പ്രോസസ് ചെയ്ത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് അന്വേഷിക്കുകയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ഹൈപ്പോത്തസിസ് കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത്. ചിലപ്പോൾ അവിടെ എന്തുണ്ടാവും, നമ്മൾ പറഞ്ഞ ഹൈപ്പോത്തസിസ് ശരിയായിരിക്കും. ഞാൻ കിട്ടിയ ഡേറ്റ വെച്ചിട്ട് ചിലപ്പോൾ നമ്മളുടെ ഹൈപ്പോത്തസിസ് തെറ്റാവാനും ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ജനറലൈസേഷൻസിലേക്ക് എത്താണ്. അതായത് ഞാൻ നേരത്തെ കൂട്ടി പറഞ്ഞു വെച്ചിട്ടുള്ള ഹൈപ്പോത്തസിസ് ശരിയാണ്, കേരളത്തിലെ ഇന്ന ഭാഗത്തുള്ള പെൺകുട്ടികളാണ് ആൺകുട്ടികളെക്കാൾ കൂടുതൽ അബ്യൂസ്ഡ് ആവുന്നത് എന്ന് ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഹൈപ്പോത്തസിസ് ഈ ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് തെറ്റാണെന്ന് ഞാൻ കണ്ടെത്തുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞ രീതിയിലല്ല, മറിച്ച് മറ്റൊരു രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് ഞാൻ എൻ്റെ ഈ ഒരു ഡേറ്റ കളക്ഷനിൽ കൂടി കണ്ടെത്തിയിരിക്കുന്നു എന്ന് നമ്മളങ്ങ് ജനറലൈസ് ചെയ്യാണ്. അപ്പൊ ഇതാണ് ഈ ഒരു പ്രോസസ്സിംഗ് ആൻഡ് അനലൈസിങ് ഡേറ്റ എന്നതിൽ കൂടെ നമ്മൾ ചെയ്യുന്നത്.
അങ്ങനെ നമ്മൾ റിസർച്ചിന്റെ ഒരു എൻഡിലേക്ക് എത്തുകയാണ്. നമ്മൾ ഡേറ്റ ഒക്കെ കളക്ട് ചെയ്ത് നമ്മളുടെ ഹൈപ്പോത്തസിസ് ശരിയാണോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് നമ്മൾ ജനറലൈസേഷനിൽ എത്തുകയും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഒരു റിസർച്ച് റിപ്പോർട്ട് എഴുതുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ തീസിസ് എഴുതുക എന്നുള്ളതാണ്. ഇതുവരെ നമ്മൾ കണ്ടെത്തിയ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളുടെ റിസർച്ച് തീസിസിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാൻ പോവുകയാണ്. ഇതാണ് റൈറ്റിംഗ് ഓഫ് റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ ഒരു റിസർച്ച് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനൊരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തേത് ടൈറ്റിൽ പേജ് ആണ്. ആദ്യം തന്നെ നമ്മൾ ടൈറ്റിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളുടെ റിസർച്ച് റിപ്പോർട്ടിന് അല്ലെങ്കിൽ നമ്മുടെ തീസിസിന്. അപ്പോൾ ഈ ടൈറ്റിൽ വായിക്കുമ്പോൾ തന്നെ മറ്റൊരാൾക്ക് മനസ്സിലാവണം നമ്മൾ എന്തിനെ പറ്റിയിട്ടാണ് റിസർച്ച് ചെയ്തിരിക്കുന്നത് എന്ന്. നമ്മളുടെ ഇത്രയും വലിയൊരു ഡീറ്റെയിൽഡ് റിസർച്ച് റിപ്പോർട്ടിനെ മൊത്തത്തിൽ എൻകാപ്സുലേറ്റ് ചെയ്യുന്ന രീതിക്ക്, മൊത്തത്തിൽ പറയുന്ന രീതിക്കുള്ള ഒരൊറ്റ ഫ്രേസിലുള്ള ടൈറ്റിലാവണം നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ടൈറ്റിൽ വായിക്കുമ്പോൾ തന്നെ മറ്റൊരാൾക്ക് മനസ്സിലാവണം ഇന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു തീസിസിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്ന്. അടുത്തത് ടേബിൾ ഓഫ് കണ്ടന്റ്സ് ആണ് അല്ലെ. നമ്മൾ ഇനി ഈ ഒരു റിസർച്ചിൽ കൂടി ഓരോ ചാപ്റ്റേഴ്സിനൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓരോ ചാപ്റ്റർ ഏത് പേജിലാണ് വരുന്നത്, അക്നോളജ്മെന്റ്, ചാപ്റ്റേഴ്സ്, ബിബ്ലിയോഗ്രാഫി, ഇതൊക്കെ എവിടെയാണ് വരുന്നതെന്ന് നമ്മൾ ഈ ഒരു ടേബിൾ ഓഫ് കണ്ടന്റ്സിൽ കൊടുക്കുകയാണ്. വെറുതെ കൊടുക്കുന്നതല്ല, ഈ ഒരു ടേബിൾ ഓഫ് കണ്ടന്റ്സ് വായിക്കുമ്പോഴും നമ്മൾ റിസർച്ചിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ നമ്മൾക്ക് കിട്ടുകയാണ്. ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ ഇന്ന കാര്യമാണ് പറയുന്നത്, അടുത്ത ചാപ്റ്ററിൽ മറ്റൊരു ആസ്പെക്റ്റിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മളുടെ ഈ ഒരു ടേബിൾ ഓഫ് കണ്ടന്റ്സിൽ ഓരോ ചാപ്റ്ററിന്റെയും ടൈറ്റിൽ നമ്മൾ ഈ ഒരു ടേബിൾ ഓഫ് കണ്ടന്റ്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടേബിൾ ഓഫ് കണ്ടന്റ്സ് വായിച്ചാൽ, അല്ലെങ്കിൽ ഈ ഒരു കണ്ടന്റ്സ് പേജ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളുടെ ഈ ഒരു റിസർച്ച് റിപ്പോർട്ടിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഐഡിയ നമ്മൾക്ക് ഒരു നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ നമ്മൾക്ക് കിട്ടും. അടുത്തത് ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ചാപ്റ്റേഴ്സ് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ വളരെ കൃത്യമായിട്ടായിരിക്കണം ചാപ്റ്റേഴ്സ് ഡിവൈഡ് ചെയ്യുക. ഓരോ ചാപ്റ്ററും മറ്റൊരു ചാപ്റ്ററുമായിട്ട് കണക്ഷൻ ഉണ്ടായിരിക്കണം. അപ്പം ഇത്തരത്തിൽ നമ്മൾ ചാപ്റ്റേഴ്സ് ഡിവൈഡ് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം വരുന്നത് ബിബ്ലിയോഗ്രാഫി ആണ്. ബിബ്ലിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു റിസർച്ച് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ റിസോഴ്സസിനെയും നമ്മൾ ഇവിടെ പറയുകയാണ്. ഏതൊക്കെ ബുക്സ് ആണ് റെഫർ ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ സൈറ്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ ഈ ഒരു ബിബ്ലിയോഗ്രാഫിയിൽ പറയുകയാണ്. അതിനുശേഷം അപ്പൻഡിസസ് വരികയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു റിസർച്ച് റിപ്പോർട്ടിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് നമ്മളുടെ റിസർച്ചിന്റെ സ്റ്റെപ്സ്. അതിൽ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞത് ഫോർമുലേഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം ആണ്. അതിനുശേഷം നമ്മൾ റിസർച്ച് ഡിസൈൻ ഉണ്ടാക്കുകയാണ്, പ്രിപ്പയർ ചെയ്യുകയാണ്. പിന്നെ നമ്മളുടെ ഒരു ഡേറ്റ എങ്ങനെയാണ് കളക്ട് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ കണ്ടെത്തി വെക്കുന്നു. പിന്നെ അതിനുശേഷം നമ്മളുടെ സാമ്പിൾസ്, ഏതൊക്കെ സാമ്പിൾസിനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ പിന്നെ സെലക്ട് ചെയ്യുകയാണ്. ഏതൊക്കെ സാമ്പിൾസ് വേണമെന്ന് നമ്മളിവിടെ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പ്രൊപ്പോസൽ എഴുതി വെക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു. അതായത് ഡേറ്റ കളക്ഷൻ, നമ്മൾ പല സാമ്പിൾസിനെയും മീറ്റ് ചെയ്തിട്ട് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു. അങ്ങനെ കളക്ട് ചെയ്തിട്ടുള്ള ഡേറ്റ നമ്മൾ അനലൈസ് ചെയ്യണം, പ്രോസസ്സ് ചെയ്തിട്ട് അനലൈസ് ചെയ്യണം, കാറ്റഗറൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ടാബുലേറ്റ് ചെയ്ത് ടേബിൾസിലൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ടാബുലേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഡേറ്റയെ അനലൈസ് ചെയ്യുന്നു. ഹൈപ്പോത്തിസിസ്, നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ള ഹൈപ്പോത്തിസിസ് കറക്റ്റ് ആണോ അതോ റോങ് ആണോ എന്ന് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യുകയാണ്. ഈ ഒരു പ്രോസസ്സിംഗ് ആൻഡ് അനലൈസിങ് ഡാറ്റയിൽ കൂടെ നമ്മൾ ഹൈപ്പോത്തറ്റിക്കൽ അല്ലെങ്കിൽ ആ ഒരു ഹൈപ്പോത്തിസിസിനെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ജനറലൈസേഷനിലേക്ക് എത്തിയിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. അതായത് നമ്മളുടെ റിസർച്ച് റിപ്പോർട്ട് എഴുതുക. അപ്പോൾ നമ്മളുടെ ഈ ഒരു റിസർച്ച് റിപ്പോർട്ടിൽ നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എഴുതി വെക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്റ്റെപ്സ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത്. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട് വെച്ചാൽ നിങ്ങൾ കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ മെസ്സേജസിലൊക്കെ വന്ന് പറയുക. ഞാൻ ഉറപ്പായിട്ട് അതിന് ആൻസർ ചെയ്യുന്നതായിരിക്കും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും എല്ലാവരും പ്ലീസ് stay safe.